وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه الكريم: أعوذ بالله السميع العليم من الشيطان الرجيم. لعن الذين كفروا من بني إسرائيل على لسان داود وعيسى بن مريم ذلك بما عصوا وكانوا لا يتناهون عن منكر فعلوه لبئس ما كانوا يفعلون. പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്തി രഹസ്യ പരസ്യ ജീവിതത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യം എന്നോടും ശേഷം നിങ്ങൾ ഓരോരുത്തരോടും സഗൗരവം വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. ലോകത്ത് ദിനംപ്രതി തിന്മകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പൊറുതിമുട്ടിയിരിക്കുന്നു. എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തിൽ നന്മ ചെയ്യാനുള്ള താല്പര്യം കുറഞ്ഞു വരികയും പ്രായവ്യത്യാസമില്ലാതെ തന്നെ എല്ലാവരിലും തിന്മ ചെയ്യാനുള്ള ആഗ്രഹം വളർന്നു വരികയും ചെയ്യുന്ന കാലത്താണ് നാം ജീവിക്കുന്നത്. തിന്മകൾ ഇന്ന വിധം എന്ന് പറയാൻ വയ്യ. ഏത് വ്യക്തിയും ഏത് തരം തിന്മകളും ഏത് സമയത്തും ചെയ്യാൻ സാധ്യതയുള്ളൊരു കാലം അല്ലേ? അതുകൊണ്ട് തന്നെ നന്മയെ സ്നേഹിക്കുന്ന ആളുകൾ താൻ മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് ആഗ്രഹിക്കുന്നൊരു കാലമാണ്. ഇതൊന്നും ഇനി കാണാൻ കഴിയില്ല. ഇത്തരം ദുർവൃത്തികൾ കണ്ട് ജീവിക്കാൻ പ്രയാസമാണെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഏതായിരുന്നാലും ഈ തിന്മകളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോകുന്നവരാണ് യഥാർത്ഥത്തിൽ മരിച്ചു പോകുന്നവർ. മുസ്ലിം ഉമ്മത്തിലെ ഏറ്റവും നല്ല മനുഷ്യന്മാരാണ് ഈ ആദ്യം മരിച്ചു പോകുന്നത്. വേസ്റ്റാണ് ഇവിടെ ഉണ്ടാകുക. ലോകം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ വളരെ നേരത്തെ തന്നെ നല്ല മനുഷ്യന്മാർ പിരിഞ്ഞു പോകുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. നമുക്ക് നോക്കാം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുകയാണ്: യദ്ഹബു സാലിഹൂൻ അൽ അവ്വലു ഫൽ അവ്വൽ. ആദ്യം നല്ലവരായ മനുഷ്യന്മാരെല്ലാം മരിച്ചു പോകും. വതബ്ക ഹുഫാലത്തൻ കഹുഫാലത്തി ശഈരി അവി തംർ. കാരക്കയുടെയും യവത്തിൻ്റെയും ചവറ് പോലെയുള്ള മനുഷ്യന്മാർ ബാക്കിയാവും. ചവറ് പോലെയുള്ള ബാക്കിയുള്ള നല്ല മനുഷ്യന്മാരൊക്കെ നേരത്തെ മരിച്ചു പോകും. അപ്പോൾ മരിച്ചു പോകുന്ന ആളുകൾ ഭാഗ്യവാന്മാരാണ്. കാരണം തിന്മകളുടെ ഘോഷയാത്ര, ഇനിയും സഹിക്കാൻ കഴിയാത്ത വിധമുള്ള തിന്മകൾ വളരുന്നതിന് മുമ്പ് തന്നെ അത് കാണാൻ അള്ളാഹു അവസരം കൊടുക്കാതെ അവരെ കൊണ്ടുപോയി. പിന്നെ ഇവിടെയുള്ള ബാക്കിയുള്ള എന്താവുക? തബുക്ക ഹുഫാലത്തൻ ക ഹുഫാലത്ത് ഷഈർ അല്ലേ? ആ ചവറ് പോലത്തെ ആൾക്കാരാണ് ബാക്കി ഉണ്ടാകുക. എന്താണ് അവർ ചവറ് പോലെ ആകാനുള്ള കാരണം എന്ന് നമുക്ക് പറയാം. അള്ളാഹു പറയുന്നു: ലാ യുബാലിഹുമുല്ലാഹു ബാലത്തൻ. ഈ ചവറ് പോലെയുള്ള ആളുകൾക്ക് അള്ളാഹു ഒരു നിലവാരവും കൊടുക്കൂല. ഒരു നിലവാരവും ഇല്ലാത്തല്ല. അവരുടെ പ്രാർത്ഥന അള്ളാഹു കേൾക്കൂല. അവരെ സ്വകാര്യ ജീവിതത്തിൽ അള്ളാഹു എപ്പോഴും ശിക്ഷകൾ ഇട്ടുകൊണ്ടിരിക്കും. അവർക്ക് താങ്ങാൻ കഴിയാത്ത പ്രയാസങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, സമൂഹത്തിൽ ഇത്രയും തിന്മകൾ വർദ്ധിക്കുമ്പോൾ ആ തിന്മകൾക്ക് ആക്കം കൂട്ടുന്നതിന് പകരം ആ തിന്മകൾ എതിർക്കാൻ, ആ തിന്മകൾ ഭൂമിയിൽ വരാതിരിക്കാൻ ഓരോരുത്തരെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഓരോരുത്തരും ചെയ്യാതെ മാറി നിൽക്കും. അപ്പം നമ്മളെ വീട്ടിൽ നമ്മളുടെ മക്കൾ തെറ്റ് ചെയ്യുമ്പോൾ ആ മക്കളെ തിരുത്താൻ നമ്മൾ തയ്യാറാവില്ല. എന്താ കാരണം? സ്നേഹക്കൂടുതലുണ്ട്. ഒരു കാരണം. രണ്ടാമത്തെ കാരണം തിരുത്താൻ ചെല്ലുന്ന മുസ്ലിം ഭീകരവാദിയാണ്, തീവ്രവാദിയാണ്. അവൻ മുസ്ലിം ഉമ്മത്തിലെ തീവ്രവാദികൾ, മുസ്ലിങ്ങൾ എന്തുകൊണ്ടാണ് തീവ്രവാദികളാണെന്ന് ചിത്രീകരിക്കുന്നത്? അവരുടെ ഏറ്റവും വിട്ടുമാറാത്ത, മരണം വരെ ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നമസ്കരിക്കുന്നത് പോലെ തന്നെ അവൻ്റെ ജീവിതത്തിൽ നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് സമൂഹത്തിൽ വളർന്നു വരുന്ന തിന്മയെ നിരോധിക്കുകയും സമൂഹത്തിൽ നിന്ന് ആളുകൾ നന്മയിൽ നകലുമ്പോൾ അവരെ നന്മയിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യേണ്ട ബാധ്യത
ഓരോ വിശ്വാസിക്കുകയാണ്. അല്ലാണ്ട് പണ്ഡിതന്മാരുടെ ധർമ്മമല്ല, മിമ്പറങ്ങളല്ല, വീടുകളിൽ നിന്ന് തുടങ്ങുന്നത്. നമ്മളുടെ മക്കൾ തെറ്റ് ചെയ്യുമ്പോൾ തിരുത്താൻ രക്ഷിതാക്കൾ ഉണ്ടാവണം. പകരം രക്ഷിതാക്കൾ അവരെ സ്നേഹിക്കുന്നു. ഇനി അഥവാ അവരെ കർക്കശമായി നിരോധിച്ചാൽ അവർ കൊണ്ടുപോയി മാതാപിതാക്കൾക്കെതിൽ കേസ് കൊടുക്കും. അങ്ങനത്തെ ഒരു കാലമാണ് അല്ലേ? എന്നാൽ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇപ്പം തിന്മകളോട് സമരസപ്പെട്ട് യോജിച്ചു പോകുന്നൊരു കാലമുണ്ട്. കുറച്ച് കാലമൊക്കെ എന്തുണ്ടാവും, ചിലപ്പോൾ നിരോധിച്ചു വരും. പക്ഷേ നമ്മൾ നിരോധിക്കുന്ന കാര്യം അവർ സ്വീകരിക്കുന്നില്ലെന്ന് കാണുമ്പോഴോ നമ്മൾ ഓരോ കൂടത്തി കൂടുക ചെയ്യുക, ഈ തിന്മ ചെയ്യുന്നവരുടെ കൂടെ അല്ലേ? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സൂറത്തുൽ മാഇദയിൽ പറഞ്ഞൊരായത്താണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ മുഖവുരയിൽ ഓതി കേൾപ്പിച്ചത്. നമുക്ക് ആ ആയത്തിൻ്റെ അർത്ഥത്തിലേക്ക് പോകാം. ലുഇനല്ലദീന കഫറു മിൻ ബനി ഇസ്രായേൽ, ഇസ്രായേൽ സന്തതികളിൽപ്പെട്ട ഈ തത്വം ഉൾക്കൊള്ളാത്ത ആളുകളെ ശപിച്ചിട്ടുണ്ട്. ആര്? അല ലിസാനി ദാവൂദ്, ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഭാഷയിലും നാവിലൂടെയും, ഈസബിന് മറിയം, മറിയമിൻ്റെ പുത്രൻ ഈസാ നബിയുടെ നാവിലൂടെയും ആ സമൂഹത്തെ ശപിച്ചിട്ടുണ്ട്. ആ സമൂഹത്തിൽ നിന്നാണ് ഈ ഉമ്മത്തിലേക്ക് എല്ലാ തിന്മകളും കയറി വന്നത്. ജൂത ക്രൈസ്തവ സമൂഹത്തിൽ നിന്നാണ് രാജ്യത്ത് എല്ലാവിധ തിന്മകളും കടന്നു വന്നിട്ടുള്ളത്. അത് കാരണത്താൽ അവരുടെ തിന്മ വർദ്ധിച്ചപ്പോൾ അവരുടെ പ്രവാചകന്മാരായ ദാവൂദ് നബിയും ഈസാ നബിയുമൊക്കെ ആ സമൂഹത്തെ അക്കാലത്ത് ശപിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണമല്ല പറഞ്ഞത്, ശപിക്കാനുണ്ടായ കാരണം ദാലിക ബിമാ അസൗ, അവർ എതിര് പ്രവർത്തിച്ചതാണ്. ആ പ്രവാചകന്മാർ പ്രബോധനം ചെയ്യുന്ന നന്മക്കെതിരിൽ പ്രവർത്തിക്കുകയായിരുന്നു. വക്കാനു ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലു, അതോടൊപ്പം തന്നെ ആ സമൂഹത്തിൽ നടമാടുന്ന തിന്മയെ നിരോധിക്കാൻ ആരും തയ്യാറായില്ല. അതും കാരണമാണ്. എന്നിട്ട് അല്ലാഹ് പറയാ ലബീസമാ കാനു യഫ്അലൂൻ, അവർ പ്രവർത്തിച്ചത് വളരെ മോശമായിപ്പോയിട്ടോ. ആരോടാ പറയുന്നത്? നമ്മളോട്. നമ്മളത് ഓതുന്നത് സൂറത്തുൽ മാഇദയിൽ 78-79 ആയത്താണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കേൾപ്പിച്ചു. വളരെ പ്രയാസത്തോടു കൂടി ഓതേണ്ട ഒരായത്താണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ വളരെ മോശമായി നിങ്ങളുടെ പ്രവർത്തനം. നമ്മളിപ്പോൾ അത് തന്നെയല്ലേ ചെയ്യുന്നത്? ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലു, പ്രവർത്തിക്കുന്ന തിന്മകൾ പരസ്പരം നിരോധിക്കൂല. ആര് ചെയ്യുന്നുണ്ടാകും? നമുക്കെല്ലാവരുടെയും പേടിയാണ്. അയൽപ്പക്കത്തൊരു തിന്മ കണ്ടാൽ അത് നമ്മൾ ഉപദേശിക്കൂല. ഉപദേശിച്ചാൽ ഒരു നമ്മളെ ശത്രുവാകും അല്ലേ? ഭാര്യനോട് പോലും ഉപദേശിക്കാൻ പറ്റൂല, കാരണം ഭാര്യ ശത്രുവാകും. ഭർത്താവിന് ഉപദേശിക്കാൻ പറ്റില്ല. എന്താ കാരണം? ഭർത്താവ് ശത്രുവാകും. ഭർത്താവ് ചെയ്യുന്ന തെറ്റിനൊക്കെ അനുകൂലിച്ചാൽ നല്ല ഭാര്യ, ഭാര്യ ചെയ്യുന്ന തെറ്റിനൊക്കെ അനുകൂലിച്ചാൽ നല്ല ഭർത്താവ്. അങ്ങനെ നല്ല ഭർത്താവും നല്ല ഭാര്യയും നല്ല മക്കളുമാകാൻ വേണ്ടി നമ്മൾ ചെയ്ത പണി എന്താണെന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ കൽപ്പനയെ നമ്മൾ തള്ളിക്കളഞ്ഞു. അതാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നുള്ളത് ഈ സമൂഹത്തിൽ ഇല്ലാണ്ടാക്കിയതാരാ? ജൂതന്മാരും ക്രിസ്ത്യാനികളും. അത് ഖുർആൻ റസൂലുള്ള പറയാണ്. ഇസ്രായേല്യർ തിന്മകളിൽ ചെന്ന് ആപ്പതിച്ചപ്പോൾ ലമ്മ വക്കയത്ത് ബനു ഇസ്രായേൽ ഫിൽ മആസി, തിന്മകളിൽ ആ സമൂഹം വ്യാപരിച്ചപ്പോൾ ആദ്യം നെഹത്തുഹും ഉലമാവും, അവരിലെ പണ്ഡിതന്മാർ ആ സമൂഹത്തെ നല്ല നിലക്ക് ഉപദേശിച്ചു, നിരോധിച്ചു. ഇത് ചെയ്യാൻ പാടില്ല. ഇപ്പോഴോ ഇപ്പം എന്താ നോക്കേണ്ടി? എല്ലാ ഫാദേഴ്സ് ഡേ, മദേഴ്സ് ഡേ അല്ലേ, വാലന്റൈൻസ് ഡേ അല്ലേ, ഇങ്ങനെ ഓരോന്നിനും ഓരോ ദിവസമാണ്. അതുണ്ടാക്കിയതാരം മുസ്ലിം ഉമ്മത്തല്ല, അതുണ്ടാക്കിയത് ജൂത ക്രിസ്ത്യാനികളാണ്. പക്ഷെ നമ്മൾ കൂടിക്കൊടുത്തിട്ടുണ്ട് ഇപ്പം അതിൽ. അപ്പം എന്താ ആളുകൾ പറയാ? ഓ അതിലപ്പം വരാൻ പോകുന്നത്, എന്താ വരാൻ പോകുന്നത്, അതുകൊണ്ട് ഇപ്പം എന്ത് വരുന്നു? നമ്മൾ യോജിച്ചു പോവുകയല്ലേ വേണ്ടത്? ഇത് നമ്മളെല്ലാ സമുദായവും സമൂഹവുമായി ഒന്നിച്ചു പോകണ്ടേ? അതല്ലേ വേണ്ടത്? അല്ലാണ്ട് ഭീകരവാദവും തീവ്രവാദവും പറയല, ഒക്കെ തെറ്റല്ലേ എന്നാണ് ആളുകൾ പറയുക അല്ലേ? അവിടെയാണ് റസൂൽ ഇടപെടുന്നത്. നമുക്ക് നോക്കാം. നെഹത്തുഹും ഉലമാവും, ആദ്യ കാലഘട്ടത്തിൽ ഇസ്രായേലിലെ പണ്ഡിതന്മാർ, ജൂത ക്രിസ്ത്യാനികളുടെ പണ്ഡിതന്മാർ സമൂഹം തെറ്റ് ചെയ്തപ്പോൾ നിരോധിച്ചു. ഫലം യൻതഹു, അവരെന്ത് ചെയ്തില്ല? ആ തിന്മയിൽ നിന്ന് വിരമിച്ചില്ല. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഫജാലസൂഹും ഫി മജാലിസിയും, ആ പണ്ഡിതന്മാരും ഈ തെറ്റ് ചെയ്യുന്ന സമൂഹത്തിൻ്റെ കൂടെ സദസ്സുകൾ പങ്കിടാൻ തുടങ്ങി. പിന്നെ തെറ്റല്ലാണ്ടായി. ഫജാലസൂഹും ഫി മജാലിസിയും ആക്കിലൂഹും വ ഷാരീബുവും, അവരോടൊപ്പം തിന്നുകയും അവരോടൊപ്പം കുടിക്കുകയും
അവരോടൊപ്പം സദസ്സ് പങ്കിടുകയൊക്കെ ചെയ്യുന്നൊരവസ്ഥ ഉണ്ടായി. ഇത് ഇസ്രായേലിലെ എന്തുകൊണ്ടാണ് ക്രൈസ്തവ സമൂഹത്തെ ഈസാ നബിയും ദാവൂദ് നബിയും ശപിക്കാനുണ്ടായ കാരണം? ആ സമൂഹത്തിലുണ്ടായിരുന്ന തിന്മകൾ നടമാടുമ്പോൾ ആദ്യം പണ്ഡിതന്മാർ നിരോധിച്ചു. അവർ ആ തിന്മയിൽ നിന്ന് പിന്മാറുന്നില്ലെന്ന് കണ്ടപ്പോൾ ആ പണ്ഡിതന്മാരും ഇവരുടെ കൂടെ തിന്മയിൽ കൂടി. നിങ്ങൾ ഒന്ന് വെറുതെ ഒന്ന് ഭാവന കണ്ടു നോക്കി. നിങ്ങളും എന്നെപ്പോലെ തന്നെ രാജ്യത്തുള്ള വിഷയങ്ങൾ അറിയുന്നവരാണ്, കാണുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഈ ആയത്തിന്റെ സാരാംശം, അല്ലേ? പണ്ഡിതന്മാർ എന്ത് ചെയ്തു? മെല്ലെ അവരുടെ കൂടെ കൂടി. നിരോധിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, കാരണം ഇവർ നിർത്തൂല. അപ്പം നമുക്കെന്ത് ചെയ്യാം? ഇവരെ കൂടെ കൂടിയാലോ? ഇവരുടെ എല്ലാ സദസ്സിലും വാലന്റൈൻസ് ഡേയിനും ഫുഡ് കഴിക്കുക, മദേഴ്സ് ഡേയിന് ഫുഡ് കഴിക്കുക, ഫാദേഴ്സ് ഡേയിന് ഫുഡ് കഴിക്കുക, ബർത്ത്ഡേ കഴിച്ചാൽ അതിന് ഫുഡ് കഴിക്കുക, ഡെഡിൻ്റെ മരണ ദിവസം ആഘോഷിക്കുമ്പോൾ അതിന് ഫുഡ് കഴിക്കുക. അങ്ങനെ ആക്കിലൂഹും വശാരിബുവും അവരുടെ കൂടെ തിന്മകളോടൊപ്പം യോജിച്ചു നിന്നു. എന്നിട്ടോ അപ്പം അള്ളാഹു എന്ത് ചെയ്തു? ഫറബല്ലാഹു ഖുലൂബ ബഅദിഹിം ബിബഅദ്. ആ തിന്മ ചെയ്യുന്ന ആളുകളുടെ മനസ്സിനെയും ഈ പണ്ഡിതന്മാരുടെ മനസ്സിനെയും അള്ളാഹു തൊലനപ്പെടുത്തി, ഒരുപോലെ ആക്കി കളഞ്ഞു. പിന്നെ വ്യത്യാസമില്ലാണ്ടായി. അപ്പോഴാണ് വലഅനഹും അലാ ലിസാൻ ദാവൂദ്. അപ്പോഴാണ് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നാവിലൂടെ ആ സമൂഹത്തെ ശപിച്ചത്. ഈസബിന് മറിയമിന്റെ പുത്രൻ ഈസാ നബിയുടെയും നാവിലൂടെ ശപിച്ചത്. ദാലിക ബിമാ അസൗ. അതിന് കാരണം അവർ ധിക്കരിച്ചവരാണ്, തെമ്മാടിത്തം ചെയ്തുകൊണ്ടാണ്. വക്കാനു യഅ്തദൂൻ. അവർ അതിക്രമകാരികളുമായിരുന്നു. അതിക്രമകാരികളായ ആളുകളുമായതുകൊണ്ടാണ് ശപിക്കാൻ കാരണം. ഈ സംഭവം റസൂലുള്ള ഇരുന്നു കൊണ്ട് സഹാബത്തിനോട് സംസാരിക്കുക. ഇരുന്നാ സംസാരിക്കുന്നത്. ഈ സംസാരിച്ചുകൊണ്ടിരിക്കും ജലസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തക്കിയൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചാരി ഇരുന്നു കൊണ്ടാണ് ഈ സംഭവം സഹാബത്തിനോട് പറയുന്നത്. പെട്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പം നബി എഴുന്നേറ്റ് ഫഖാല. നബി പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി ഹത്താ തഅ്തിറൂഹും അലൽ ഹഖ് അത്ര. നിങ്ങൾ ഇത്തരം പണ്ഡിതന്മാരെ നിർത്തേണ്ടടുത്ത് നിർത്തണം. റസൂലുള്ളാഹി പറയാ സഹാബത്തിനോട്, ഇത്തരം കൂടക്കൂടികളായ പണ്ഡിതന്മാരെ നിർത്തേണ്ടടുത്ത് നിർത്തണം, വരച്ച വരയിൽ നിർത്തണം എന്നാണ് പറഞ്ഞത്. ഇപ്പം നമ്മളെന്താ ഇത്? നമ്മളെ പണ്ഡിതന്മാർ ഇപ്പം എന്താ ഇത്? ഇതന്നെയാണ്. ഒരു തെറ്റും എതിർക്കൂല. എതിർക്കാണ്ട് എന്ത് ചെയ്യും? എതിർത്താൽ എന്തുണ്ടാവും? എതിർത്താൽ ഓല് നമ്മളെ പുറത്താക്കും. പിന്നെ അവരുടെ സഹായം നമുക്ക് കിട്ടാണ്ടാവും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അവരുടെ കൂടെ കൂടും, അല്ലേ? ഇതന്നെയാണ് ഇസ്രായേലിലേക്ക് പറ്റിയത്. അതാണ് ദാവൂദ് നബിയും ഈസാ നബിയും ആ സമൂഹത്തെ ശപിക്കാൻ കാരണം. അതുകൊണ്ട് നമ്മളുടെ ഉത്തരവാദിത്തം അതല്ല. നമ്മളെ ഉത്തരവാദിത്തം വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുള്ളത്, കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്തിൽ ഇന്നാസ്. ലോകത്ത് അള്ളാഹു തെരഞ്ഞെടുക്കപ്പെട്ട സമൂഹത്തിൽ ഏറ്റവും ഉത്തമരായ സമൂഹമാണ് മുഹമ്മദ് നബിന്റെ ഉമ്മത്ത്. അതായത് നമ്മൾ മുഹമ്മദ് നബിന്റെ ഉമ്മത്ത് സമൂഹത്തിൽ നിന്ന് അള്ളാഹു തെരഞ്ഞെടുത്ത ഉമ്മത്താണ്. ഇസ്രായേലിയരെ പോലെയല്ല, ജൂതന്മാരെ പോലെയല്ല, മുശ്രിക്കീങ്ങളെ പോലെയല്ല. ലോകത്ത് ജീവിക്കുന്ന ആരുടെയും ഉത്തരവാദിത്തമല്ല മുസ്ലിം എന്ന് പറയുന്ന ഒരാൾക്ക് അള്ളാഹു തെരഞ്ഞെടുത്ത. എങ്ങനെ തെരഞ്ഞെടുക്കാൻ കാരണം? ഖുർആൻ തന്നെ പറയുന്നു, തഅ്മുറൂന ബിൽ മഅറൂഫ് വ തൻഹൗന അനിൽ മുങ്കർ. തെരഞ്ഞെടുക്കാണ്ടായ കാരണം അതാണ്, ക്വാളിഫിക്കേഷൻ. അവർ നന്മ ജനങ്ങളോട് ഉപദേശിക്കും, തിന്മ വിരോധിക്കും. അതാണ് ലോകത്തുള്ള ഒരു മുസ്ലിമിൻ്റെ ഏറ്റവും വലിയ ബാധ്യത. പക്ഷേ ഈ ബാധ്യത ഇപ്പം നമ്മൾ നിർവഹിക്കാറില്ല. ഇപ്പം നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് വിൽക്കുന്നുണ്ട്, സക്കാത്ത് കൊടുക്കുന്നുണ്ട്, നിസ്കാരം, ഹജ്ജ്, ഉംറ ഒക്കെ നിർവഹിക്കും. പക്ഷെ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യില്ല. അതൊക്കെ മൗലവിമാർ പണ്ഡിതന്മാർ ചെയ്തോട്ടെ, അത് നമ്മളെ ബാധ്യത അല്ലാണ്. ഖുർആൻ പറഞ്ഞെന്താ? പണ്ഡിതന്മാർക്ക് നല്ല കുന്തും ഖൈറ ഉമ്മ, നിങ്ങളാണ് ഏറ്റവും ഉത്തമമായ സമൂഹം. സമൂഹം എന്നാ പറഞ്ഞത്, പണ്ഡിതനല്ല. ഉഖ്രിജത്തിൽ ഇന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട. എന്താ നിങ്ങൾ ഇങ്ങനെ തിരഞ്ഞെടുക്കാൻ അള്ളാഹു കാരണം? തഅ്മുറൂന ബിൽ മഅറൂഫ്, നിങ്ങൾ നന്മ കൽപ്പിക്കും, തൻഹൗന അനിൽ മുൻകർ, തിന്മ വിരോധിക്കും. അതിന് സ്റ്റേജ് വേണ്ട, മിമ്പറ വേണ്ട, വീട്ടിൽ തുടങ്ങണം. മക്കൾ തെറ്റ് ചെയ്യുമ്പോൾ, തിന്മ ചെയ്യുമ്പോൾ തടുക്കണം മാതാപിതാക്കൾ തെറ്റ് ചെയ്യുമ്പോൾ തടുക്കണം മക്കൾ. അതാണ് ഇസ്ലാമിക കുടുംബം, ഇസ്ലാമിക സൊസൈറ്റി. അത് നിർത്തിവെച്ചാലോ പിന്നെ ഓല അള്ളാഹു വില കൽപ്പിക്കൂല. അത്തരം ആളുകളുടെ ഒരു പ്രാർത്ഥനയോ സഹായത്തോട്ടോ ഒന്നും അള്ളാഹു കേൾക്കൂല. അതാണ് പലപ്പോഴും പല മുസ്ലിങ്ങളും പറയാറില്ലേ, പരിഹസിച്ചുകൊണ്ട്, ലോകത്തൊരുപാട് അപകടങ്ങൾ സംഭവിക്കുന്നു, ആ സമയത്തൊക്കെ മുസ്ലിങ്ങൾ നിലവിളിച്ച് കരയുന്നു, പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല? ആലോചിച്ച് നോക്കൂ. പറയാൻ പ്രയാസമുണ്ട്. ഗസയിലെ പലസ്തീനിലെ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന വേദനയിൽ മനംതൊന്ത്
ലോകം കരഞ്ഞു, പ്രാർത്ഥിച്ചു, അല്ലാഹ് കേൾക്കുന്നില്ല. എന്തുകൊണ്ട്? സമൂഹത്തിലെ തിന്മകൾ വർദ്ധിക്കുകയാണ്. ഏത് രാജ്യത്തും, നമ്മളെ നാട്ടിൽ പറയണ്ടല്ലോ, ഇപ്പോൾ ഏതെങ്കിലും ഒരു ആണും പെണ്ണും റോഡിൽ വെച്ച് ആർക്കും കാണാൻ പറ്റാത്ത വിധമുള്ള രീതിയിലുള്ള സംസാരവും വേഷവും ഇടപെടലുകളും നടത്തിയാൽ, ഒരാൾ ഇടപെട്ടാൽ ഉടനെ അവൻ്റെ പേരിൽ കേസാവും. രക്ഷിതാക്കൾ ഇടപെട്ടാൽ പോലും ഇപ്പം അങ്ങനെയാണ്. അവർ പോയി പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞാൽ, അങ്ങനെ അത് പേടിച്ചിട്ടല്ല കേട്ടോ. നമ്മൾ നന്മ കൽപ്പിക്കാത്തവും തിന്മ വിരോധിക്കാത്തവും നമ്മൾക്ക് കാരണം ഫ്രണ്ട്ഷിപ്പ് നഷ്ടപ്പെടും. നിങ്ങളിപ്പോൾ നിങ്ങളെ കുടുംബത്ത് ചെയ്യുന്ന തെറ്റുകൾ നിങ്ങളൊന്ന് പറഞ്ഞാൽ നിങ്ങളെന്ത് പറയും? ഓല് ഭീകരവാദിയാണ്, തീവ്രവാദിയാണ്, വഹാബിയാണ്, മുജാഹിദാണ് പറയില്ലേ? നേരെ അതൊന്നും കേൾക്കണ്ട, മിണ്ടാണ്ട് നിന്നാ മതി. എന്നാ എന്ത് ചെയ്യുക? നമുക്ക് എന്തിനും ഇപ്പം മൗലൂദാണ് അവിടെ നമ്മളെ കുടുംബത്തിൽ നടക്കുന്നത്, മൗലൂദ് നടന്നു കൊടുക്കുക. റസൂല പഠിപ്പിച്ചില്ല നമുക്കറിയാം, പക്ഷേ നമ്മളത് എതിർക്കൂല. അത് എതിർത്താൽ എന്താ? എളാപ്പ മൂത്താപ്പ ബന്ധങ്ങൾ നഷ്ടപ്പെടും. എന്ന് മാത്രവുമല്ല, ഇവൻ തീവ്രവാദിയാണ്, നമ്മൾക്ക് ചാപ്പ കുത്തകനാ അല്ലേ? നിങ്ങൾ കണ്ടില്ലേ, മുസ്ലിം ഉമ്മത്തിനെ എല്ലാവരും എന്താക്കുന്നവർക്ക് ആക്രമിക്കുന്നവർക്ക്. ഈ നിലപാടിന് വിട്ടാൽ, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു നിലപാടിൽ നിന്ന് മുസ്ലിം ഉമ്മത്ത് വിട്ടാൽ രാജ്യത്തുള്ള എല്ലാ ഉമ്മത്തും തഥാ അലൈക്കുമുൽ ഉമ്മത്തുകൾ മുഴുവൻ മുസ്ലിങ്ങളുടെ നേരെ കൈ ഉയർത്തും. ഉയർത്തിയില്ലേ? ആരാ ഉയർത്താത്ത? മുസ്ലിം പോപ്പുലേഷന്റെ നേരെ പോലും കൈ ഉയർത്തി അല്ലേ? എന്തുകൊണ്ട്? മുസ്ലിങ്ങൾക്ക് പോപ്പുലേഷൻ കൂടുതലാണ്. എന്തുകൊണ്ട്? മുസ്ലിങ്ങൾ ഒരല്പം കാലം എന്ത് ചെയ്തു? ലാ തഖ്തുലു ഔലാദക്കും ഖശിയത ഇംലാഖ്, ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിങ്ങളെ മക്കളെ കൊല്ലരുത് എന്ന വിശുദ്ധ ഖുർആന്റെ ആയത്ത് പഴയകാല ഇന്നലകളിലെ മരിച്ചുപോയ ആളുകളോ കേട്ടു. അവരെന്ത് ചെയ്തില്ല? കുടുംബാസൂത്രണം നടത്തിയില്ല. അതുകൊണ്ട് ഒരു ഉമ്മ 10 പ്രസവം നടന്നു, 10 മക്കൾ അല്ലേ? അന്നത്തെ കാലം അതാ പറഞ്ഞ് യദ്ഹബു സാലിഹൂന അൽ അവ്വൽ ഫല്ലവ്വൽ, ആദ്യം മരിക്കുന്നവർ മുസ്ലിം ഉമ്മത്തിലെ ഏറ്റവും ഉന്നതന്മാരാണ്, സാലിഹികളാണ്. പിന്നെ ബാക്കി ആരാ? ചവറ് പോലത്തത് ഒരു ചണ്ടി, എന്തിൻ്റെ? കാരക്കയുടെയും യവത്തിൻ്റെയും വീഞ്ഞെടുത്ത ചണ്ടി ഉണ്ടല്ലോ, അതാണിത് നമ്മളൊക്കെ. അപ്പം അതുകൊണ്ട് നിലപാടുണ്ടാവില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ കുടുംബാസൂത്രണം വേണം. നമ്മൾ 2, ഞമ്മക്ക് 2, നമുക്ക് പട്ടിണി വരും, നമുക്ക് തിന്നാൻ കിട്ടൂല. നമ്മളെ ഭാര്യ പറഞ്ഞു സുഖമില്ലാണ്ടാവും. അതുകൊണ്ട് എന്തുണ്ടായി? മറ്റോടത്ത് 10 മക്കളുണ്ടേ. ആ 10 മക്കളെ പറ്റ ഉമ്മ പ്രായം വന്നപ്പോൾ 9 മക്കളും പോയാലും ഒരു മോനെ അള്ള കൊടുക്കും ആ ഉമ്മാക്കും ബാപ്പാക്കും നോക്കാൻ. ഇപ്പൊ തള്ളിയും തട്ടിയും പുരയില് വേറെ ആരും ഇല്ല പുരയില് അല്ലേ? മക്കളൊക്കെ ഗൾഫിലാവും. അത് ഗൾഫ് പോകാൻ വേണ്ടി പരമാവധി അധ്വാനിച്ചവരാ നമ്മളൊക്കെ. എങ്ങനെയെങ്കിലും അവിടെ എത്തണം അല്ലേ? കയ്യും കാലും പിടിച്ചു നമ്മൾ. എന്നിട്ട് പാഠം പഠിച്ചോ? ഇല്ല. ആദ്യം ആരാ പോയത്? മുസ്ലിങ്ങൾ വളരെ താഴ്ന്ന ജോലി ചെയ്യാനാ പോയത് ഗൾഫ് രാജ്യങ്ങളിൽ. പക്ഷേ ക്രൈസ്തവ ജൂത സമൂഹം ഗൾഫ് രാജ്യങ്ങളിൽ ഏറ്റവും ഉന്നത രംഗങ്ങളിൽ വിരാജിക്കുന്നവരവരാണ്. അതിനും പല കാരണങ്ങളുണ്ട്, അതിലേക്കും ഞാൻ കിടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം ഉമ്മത്തിൽ നിന്ന് അടർത്തിക്കളഞ്ഞു, ഉമ്മത്തിൽ നിന്ന് പോയി കഴിഞ്ഞു. ഇനി അതിവിടെ ഇല്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിശുദ്ധ ഖുർആനും പറഞ്ഞു, എന്ത്? നല്ല മനുഷ്യന്മാരൊക്കെ പോയി കഴിഞ്ഞു. പിന്നെന്താ ഉണ്ടായി അവിടെ? റസൂലുള്ളാഹി പറഞ്ഞു, മൻ റഅ മിൻകും മുൻകറൻ ഫൽയുഗയ്യിറുഹു ബിയദിഹി. ഒരു തിന്മ കുടുംബത്തിൽ, വ്യക്തികളിൽ, സമൂഹത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഫൽയുഗയ്യിറുഹു, അതിന് മാറ്റം വരുത്തണം. ബിയദിഹി, കൈയോണ്ട് ചെയ്യാൻ കഴിയുന്ന ആളുകൾ തടുക്കണത്. കൈകൊണ്ട് തടുക്കണം ആ തിന്മ. പറ്റില്ല, എവിടെ പറ്റില്ല, അതിവിടെ നടക്കൂല എന്ന് നമ്മൾ പറയണം, തീർത്ത് പറയണം. അത് കൈകൊണ്ട് തടയണം, പിടിക്കണ കൈ അല്ലേ? എന്നാലോ റസൂലുള്ള പറയാ ഫഖദ് ബരിയ, ആ മനുഷ്യൻ അള്ളാന്റെ ശിക്ഷയിൽ രക്ഷപ്പെട്ടു. കൈ പിടിച്ചാൽ രക്ഷപ്പെട്ടു. നമ്മൾ പിടിക്കാത്തവരാണ്. നമ്മളിപ്പോൾ എന്തായാലും ഒഴുക്കിനനുസരിച്ച് അങ്ങനെ നീന്തി കൊടുക്കുക. ഭാര്യ അങ്ങനെ പറയുന്നു, ഇപ്പോൾ ഭാര്യൻ്റെ ഇഷ്ടം കിട്ടാൻ അത് അങ്ങനെ, മക്കൾ അങ്ങനെ ചെയ്യുന്നു, മക്കളുടെ ഇഷ്ടം കിട്ടാൻ അതങ്ങനെ.
അല്ലേ? നിങ്ങളൊക്കെ ദുർവ്യയം ചെയ്യുന്ന നിങ്ങളുടെ വീടുകളിൽ മുൻഗാമികളായ ആളുകളും ഇവിടെ കല്യാണം കഴിച്ചിട്ടുണ്ട്, മക്കൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ? ഇന്നത്തെ കല്യാണം പോലെയാണെന്ന്. എന്താ കാരണം? നിങ്ങൾക്ക് പൈസ കൂടി അല്ലേ? അപ്പോഴോ അഹങ്കാരം കൂടി, അപ്പോഴോ അള്ളാന്റെ ദീന്ന് തെറിച്ചുപോയി അല്ലേ? അതല്ലേ കാരണം? അള്ളാന്റെ റസൂൽ എന്താ പറഞ്ഞത്? വല്ലാഹി ലാ അഖ്ശാകുമുൽ ഫഖർ, എന്റെ ഉമ്മത്തിന് ദാരിദ്ര്യം വന്നിട്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും ഞാൻ ഭയപ്പെടുന്നില്ല. വലാക്കിൻ ബുസിത്തത്തെ അലൈക്കുമില്ലാറില്ല, ഭൂമിയിൽ സൗകര്യം കൂടുകയും അങ്ങനെ സമൂഹങ്ങൾ തമ്മിൽ തനാഫസു, അവർ മത്സരിക്കും. നടന്നില്ലേ? അങ്ങനെ അവർ നശിച്ചു പോകും, ദീനിന്ന് പുറത്തു പോകും. സംഭവിച്ചില്ലേ? അത്ഭുതത്തോടുകൂടി കേൾക്കേണ്ട ഇസ്ലാമിന്റെ ശബ്ദം കേട്ടോ. അപ്പോൾ കൈകൊണ്ട് തടുക്കാൻ, തിന്മ തടുക്കാൻ കഴിയുന്ന, അതിനുള്ള സാധ്യതയുള്ളവരാണെങ്കിൽ കൈകൊണ്ട് എടുക്കണം. ഇപ്പം നമ്മളെ മക്കളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മോനെ അത് ചെയ്യരുത്, അത് പാടില്ല മോനെ, അത് വേണ്ട മോനെ എന്ന് കൈ പിടിക്കണം അല്ലേ? അങ്ങനെ ചെയ്താൽ ആ ചെയ്ത രക്ഷിതാക്കൾ ഫഖദ് ബരിയ, അവർ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് സുരക്ഷിതരായി. എന്നാലോ ഫൈലം യസ്തത്ത്, ഇപ്പം മക്കളെ കൈ പിടിച്ചാൽ മക്കൾ തിരിച്ചടിക്കുന്ന കാലം ഉണ്ടാവും അല്ലേ? നിങ്ങൾ നമ്മളെ കാര്യത്തിൽ ഇടപെടണ്ടെന്നല്ലേ ഇപ്പം പറഞ്ഞ്? ഞങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കൈ കടത്തരുത്. ഞങ്ങൾ എന്ത് ഡ്രസ് ഇട്ടോട്ടെ, എങ്ങനെ ജീവിച്ചോട്ടെ, ഞങ്ങൾ എന്തെങ്കിലും കഴിച്ചോട്ടെ, ഞങ്ങൾ ബർത്ത്ഡേ കഴിച്ചോട്ടെ, അതിലൊന്നും ഇടപെടണ്ട കേട്ടോ. മക്കൾ ഇപ്പതാ പറയുന്നത്, അതിലൊന്നും ഇടപെടാൻ നിങ്ങൾ മെനക്കെടണ്ട. നിങ്ങളെ ദീനും നിങ്ങളെ അള്ളിയും നിങ്ങളെ ഇസ്ലാമും ഒക്കെ ഇവിടുന്ന് ചവിട്ടിയാൻ പുറത്താക്കും എന്ന് പറയുന്ന മക്കളപ്പുള്ളത്. അത് പേടിച്ചിട്ട് മുണ്ടാണ്ട കുത്തിരിക്കുക അല്ലേ? അതെന്താ? ഫൈലം യസ്തത്ത്, കുടുംബം ചെയ്യുന്ന തെറ്റുകൾ തടുക്കാൻ കൈകൊണ്ട് കഴിയില്ലെങ്കിൽ റസൂലുള്ള പറയണം ഫബി ലിസാനിഹി, നാവുകൊണ്ട് പറയെങ്കിലും വേണം. മോനെ അത് വേണ്ട മോനെ, അള്ളി റസൂലും പഠിപ്പിച്ചില്ല മോനെ, ചെയ്യല്ല മോനെ, ഇവിടെ ബർത്ത്ഡേ കേക്ക് കഴിക്കണ്ട, മുറിക്കണ്ട, ഹാപ്പി ബർത്ത്ഡേ കഴിക്കണ്ട. ഇത് വല്യാപ്പിയും വല്യമ്മയും പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് വന്ന് ഓൽക്കണ്ടാക്കും, തൊപ്പിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഹാപ്പി ബർത്ത്ഡേ ടു യു എന്നുണ്ട് പാടിക്കുകയാണ്. ആര് കൊടുന്നു? മിമ്പറിന്റെ മുകളിൽ അതിനോട് ബാക്കി പറഞ്ഞ് ഞാൻ ഉപയോഗിക്കുന്നില്ല, മലയാളത്തിൽ അറിയായിട്ടല്ല. പക്ഷെ ഇത്തരം ചവറ് പോലത്തെ മുസ്ലിങ്ങൾ രാജ്യത്ത് കൂടിക്കൂടി വന്നില്ലേ അല്ലേ? ആണല്ലേ? മുമ്പും നമുക്ക് വല്യാപ്പിയും വല്യമ്മയും ഒക്കെ ഉണ്ടായിരുന്നു, ഓർക്കൊക്കെ മക്കളും ഉണ്ടായിരുന്നു. അവരൊന്നും ബർത്ത്ഡേ കഴിച്ചവരല്ല. ഈ ബർത്ത്ഡേ ഇവിടെ കൊണ്ടുവന്നാരാ? ക്രിസ്ത്യാനികളാ. മനസ്സിലായോ? അത് രണ്ട് കൈ നീട്ടി വാങ്ങി നമ്മൾ. അത് റസൂലുള്ള പറഞ്ഞു, ലതത്തബിയന്ന സുനനമൻ കാന ഖബലക്കും ശിബ്റൻ ബിശിബ്ർ വദിറാൻ ബിദിറാ, ചാണിന് ചാണായും മുഴത്തിന് മുഴമായും മുൻഗാമികളായ ഉമ്മത്തിന് എന്റെ ഉമ്മത്ത് പിൻപറ്റും. അതിന് കാലം വരും. മുഴത്തിന് മുഴമായും ചാണിന് ചാണായും. അകലത്തിലല്ല, അടുത്താ നിൽക്കുക. ഇതൊക്കെ പറഞ്ഞ എന്ത് പറഞ്ഞോ? ഭീകരവാദിയാണ്, തീവ്രവാദിയാണ്. തിന്മ തടുക്കുന്നവരൊക്കെ ഭീകരവാദിയും തീവ്രവാദിയാണ് അല്ലേ? സമൂഹം ഇപ്പം അങ്ങനെ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു? വിട്ടുന്നു. എന്താ ഇപ്പം ഉണ്ടായത്? അള്ളാന്റെ ശിക്ഷക്ക് നിങ്ങൾ നിസ്കരിച്ചിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്തില്ല? നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്തില്ല. നാവോണ്ട് കഴിയുന്ന കാലത്ത് നാവോണ്ട് തടുക്കണം, എങ്കിൽ ഫഖദ് ബരിയ, ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടു. ഉണ്ടോ? ഇനി നാവോണ്ടും പറയാൻ കഴിയില്ല, ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. നാവോണ്ട് പോരെന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടും. ഇപ്പോഴത്തെ കാലം അങ്ങനെയാണ്. പോറ്റി വളർത്തിയ ഭർത്താക്കന്മാർ കുടുംബത്തിന് വേണ്ടി രാപ്പകലില്ലാണ്ട് ഓടി നടന്ന് അധ്വാനിച്ച് ക്ഷീണിച്ച് അവശനായി വീട്ടിൻ്റെ അകത്തളത്തിലെത്തിയപ്പോൾ മക്കൾ വലുതായി. അപ്പം നമ്മളുടെ ഭാര്യ മക്കളുടെ കൂടെ കൂടിയിട്ട് പിതാവിൻ്റെ ശബ്ദത്തെ അടിച്ചമർത്തും. പിതാവ് പള്ളിയിലൊക്കെ പോയിട്ട് ഇതുപോലത്തെ ഖുത്ബ കേൾക്കും. അപ്പം നിങ്ങൾ ചെയ്യുന്ന തെറ്റാട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടെ നമ്മൾ കൂടെ കഴിഞ്ഞ, നമ്മൾ അന്തിയുറങ്ങിയ നമ്മുടെ കൂടപ്പിറപ്പായി നമ്മൾ കൊണ്ടുവരുന്ന നമ്മുടെ ഭാര്യ നമുക്കെതിരില്ല. എന്താ കാരണം? നമ്മൾ ആരോഗ്യം പോയിക്കുന്നു, മക്കൾ ആരോഗ്യം കൂടിയതാ, ഓല കയ്യിലാ പൈസ ഉള്ളത്. അപ്പം എന്താ പറയുക? നിങ്ങൾ ഓൻ പറഞ്ഞ് കേൾക്കി അല്ലേ? ഇനിയോ റസൂലുള്ള പറയാം, നിങ്ങൾക്ക് നാവുകൊണ്ട് തടുക്കാൻ കഴിയില്ല, അതിനുള്ള സാഹചര്യം ഒരുങ്ങുന്നില്ല. ഫൈലം യസ്തത്ത്, നബി പറഞ്ഞിട്ടോ, സാഹചര്യം ഒരുങ്ങുന്നില്ലെങ്കിൽ എന്ത് വേണം? അൻ യുഗയ്യറഹു വയ്യറഹു ബി കൽബിഹി, മനസ്സോണ്ട് വെറുക്കുക ആ പ്രവർത്തനത്തെ. നമുക്കത് ചെയ്യാലോ.
ആ പ്രവർത്തനത്തായിട്ട് വെറുക്കുക. എന്നാലോ ഫക്കത് ബരിയ, ഓൻ രക്ഷപ്പെട്ടു. പാരാ രക്ഷപ്പെട്ടു അള്ളാന്റെ ശിക്ഷയിൽ നിന്ന്? ഒന്ന് നാവോണ്ട് തടുത്തു അല്ലേ, കൈ പിടിക്കേണ്ടോട് കൈ കൊണ്ട് പിടിച്ചു, കൈന് സാധിച്ചില്ല, അപ്പം എന്ത് ചെയ്തു? നാവുകൊണ്ട് തടുത്തു. അതുകൊണ്ട് അതിനും കഴിയാണ്ട് വന്നപ്പോഴോ മനസ്സുകൊണ്ട് വെറുത്തു. നമ്മൾ മനസ്സുകൊണ്ടെങ്കിൽ വെറുക്കട്ടെ തിന്മയെ, അങ്ങനല്ല. നമ്മളെന്തായത് ഇസ്രായേലിലെ പണ്ഡിതന്മാരമാതിരി അവരുടെ കൂടെ തിന്നാനും അവരുടെ കൂടെ കുടിക്കാനും അവരുടെ കൂടെ സഹസ് പങ്കിടാനും എന്താക്കി? എല്ലാം നമ്മളും തുടങ്ങി. അങ്ങനെയാണ് നിങ്ങൾ നശിച്ചത്. അങ്ങനെയാണ് ഈ ഉമ്മത്തിലെ എല്ലാ ആളുകളും നിങ്ങളെ ഇസ്സത്ത് നിങ്ങൾക്ക് പോയി. നിങ്ങൾക്ക് ഇസ്സത്ത് പോയി. ആരുടെ കൂടെ കുടിക്കുന്നത്? മുസ്ലിങ്ങൾ മുമ്പ് കുടിക്കുകയായിരുന്നു. മുസ്ലിങ്ങളല്ല, അമുസ്ലിങ്ങൾ തന്നെ മുമ്പ് കുടിക്കൂല. വളരെ പ്രായം ചെന്ന ആളുകൾ വൈകുന്നേരം ആവുമ്പം കൈയും കാലും ബാനാവാണ്ടൊക്കാൻ വേണ്ടെന്നൊക്കെ അവർ പറയല് അല്ലേ? അങ്ങനെ കുടിച്ചിരുന്നുള്ളൂ. ഇപ്പോഴോ? ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആദ്യം നമ്മളെ കുടിപ്പിച്ചതാരാ? ഇവര് തന്നെ. എങ്ങനെ? ബർത്ത്ഡേ കഴിപ്പിച്ചു, അതിന് കൂട്ടിക്കൊണ്ടുപോയി നമ്മളെ മക്കളെ. നമ്മൾ തടുത്തില്ല. തടുത്താൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഭയന്നു അല്ലേ? മക്കൾ ഗൾഫിലാണ്, ഓലെ പൈസ വരുന്നത് ഇല്ലാണ്ടാവും. ഓൽ ചെയ്യുന്ന തെറ്റൊക്കെ വിരോധിച്ചാൽ അവർക്ക് നമ്മോട് വെറുപ്പ് വരും. അപ്പം നമ്മൾ എന്ത് ചെയ്തു? നിർത്തിവെച്ചു. അതുകൊണ്ട് എന്തുണ്ടായി? കൈകൊണ്ട് തടുക്കാൻ കഴിഞ്ഞ സമയത്ത് കൈകൊണ്ട് തടുത്തില്ല, ശിക്ഷ വാങ്ങി. അതുകൊണ്ട് കഴിഞ്ഞു. നാവ് കൊണ്ട് തടുക്കാൻ കഴിയുന്ന ഒരു കാലം ഉണ്ടായിന്, അതും ചെയ്തില്ല, അപ്പോഴും ശിക്ഷ വാങ്ങി. കൽബുകൊണ്ട് വെറുക്കേണ്ട ഒരു കാലം ഉണ്ടായിന്, അതും ചെയ്തില്ല, അപ്പോഴും ശിക്ഷ വാങ്ങി. എന്നിട്ടോ റസൂലുള്ള പറയാം, വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ലതഅ്മുറുന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ നന്മ കൽപ്പിക്കുക തന്നെ വേണം. വല തൻഹൗന അനിൽ മുങ്കർ, തിന്മ വിരോധിക്കുക തന്നെ വേണം. ആരോടാ പറഞ്ഞത്? നബി പറഞ്ഞത് സഹാബത്തിനോടാ. നന്മ കൽപ്പിക്കുക തന്നെ വേണം, തിന്മ വിരോധിക്കുക തന്നെ വേണം. അല്ലെങ്കിലോ ഔല യൂഷിക്കൻ അല്ലാഹു അൻ യബ്അസ അലൈക്കും ഇഖാബൻ മിൻ ഇന്ദി, പടച്ച തമ്പുരാന്റെ ശിക്ഷ നിങ്ങളുടെ നേരെ ഇറങ്ങും. ഇല്ലാണ്ടായ അതാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ശിക്ഷ. ഉണ്ടല്ലേ? ചവറ് പോലായി. എല്ലാവരും കയ്യൂങ്ങ മുസ്ലിങ്ങളുടെ നേരെ. നമുക്ക് കുട്ടികളധികമായ അവർ നമ്മളെ നേരെ. ഒരു നല്ലൊരു ഉദ്യോഗം നമുക്ക് കിട്ടിയാൽ അതിൻ്റെ കാരണം ഇന്നതാണ്. കാരണം കണ്ടെത്തുക. ഉന്നതമായ വിജയം നേടിയാൽ കാരണം കണ്ടെത്തുക. മുസ്ലിങ്ങൾ വിജയിക്കാൻ കാരണം പഠിച്ചിട്ടല്ല, പറഞ്ഞില്ലേ? എവിടെ ഇടപെടാത്ത? തദാ അലൈക്കും ഉമ്മം, എല്ലാ ഉമ്മത്തും. എന്തിനധികം പറഞ്ഞ് മഹാസാധുക്കൾ എന്ന് വിചാരിച്ച ബുദ്ധന്മാർ വരെ ആ മുസ്ലിങ്ങളെ എന്ത് ചെയ്തു? കൊന്നൊടുക്കിയില്ലേ? ചെറിയ ചെറിയ പൈതങ്ങളെ ചുട്ടുകരിച്ചപ്പോൾ കമന്റ് എഴുതി. എന്താ എഴുതിയത്? മുളയിലേ നുള്ളണം, ചെറിയ മക്കളെ കൊന്നതിന്. ആ അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിയതാ. നിങ്ങളെ ഇജ്ജത്ത് പോയി. നിങ്ങൾക്കൊരു പ്രതാപമുള്ള കാലം ഉണ്ടായിരുന്നു. മുസ്ലിമാണെന്ന് പറഞ്ഞ നിങ്ങൾക്ക് തന്നെ അറിയില്ലേ? ചരിത്രത്തിലേക്ക് കിടക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കറിയാം അല്ലേ? എല്ലാ മുസ്ലിങ്ങൾക്കും അമുസ്ലിങ്ങൾക്കുമിടയിൽ ഒരു വലിയ ബന്ധം ഉണ്ടായിരുന്നു, ഒരു ഇജ്ജത്തുള്ള. ആചാരാണ്, കുടിക്കൂല, പലിശക്ക് വാങ്ങൂല, ഹറാമ് ചെയ്യൂല, ഹലാല് മാത്രമേ തിന്നൂ, സത്യസന്ധനാണ് എന്നൊരു ധാരണയുള്ള കാലം ഉണ്ടായിരുന്നു അല്ലേ? ഇപ്പോഴോ കളഞ്ഞു കുളിച്ചു. അപ്പോഴാണ് എന്തുണ്ടായത്? എല്ലാ ഉമ്മത്തും നിങ്ങളുടെ നേരെ കയ്യൂങ്ങുന്ന. അപ്പൊ റസൂലുള്ളാഹിനോട് സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാ, നമ്മൾ ആ കാലത്ത് ന്യൂനപക്ഷമായതുകൊണ്ടാണോ? നെഹ്നു യൗമൈദിൻ കില്ല, ന്യൂനപക്ഷമാണോ? ബൽ അൻതും കസീർ, നിങ്ങൾ ധാരാളം ഉണ്ടാവും. പക്ഷേ അൻതും കസീറും, ധാരാളം ആളുകൾ നിങ്ങൾ ഉണ്ടാവും. ന്യൂനപക്ഷമല്ല, ഭൂരിപക്ഷ. പക്ഷേ എത്ര ഭൂരിപക്ഷം ഉണ്ടായാലും നിങ്ങൾ ഹുസായിൻ, വെള്ളത്തിൽ ഒലിച്ചു വരുന്ന പ്ലാസ്റ്റിക്കിന്റെ കുപ്പികൾ കണ്ടില്ലേ? ചണ്ടി ചപ്പ് ചവറുകൾ, അതുപോലത്തെ ചപ്പ് ചവറ് പോലത്തെ മുസ്ലിങ്ങളായിരിക്കും ഇവിടെ ഉണ്ടാകുക. ആരാ ഉപയോഗിച്ചത്? 1400 കൊല്ലം മുമ്പാ നബി പറയുന്നത് കേട്ടോ. എന്നാലോ ഇത്തരം ആളുകളൊക്കെ ഇവിടെ ഉണ്ടാകുന്നതിന്റെ മുമ്പ് തന്നെ നല്ല മനുഷ്യന്മാരൊക്കെ മരിച്ചു ഉണ്ടാവും കേട്ടോ. ചവറ് പോലത്തെ മാപ്പിളാര് ഭൂലോകത്ത് ജീവിക്കുന്ന കാലത്ത് നല്ല മനുഷ്യന്മാരൊക്കെ പോയിട്ടുണ്ടാവും. ഇനിയും ചവറാവാനുണ്ട്. ഇപ്പൊ ഇതിൽ കുറച്ചൊരു ഇജ്ജത്തുള്ളവരുണ്ട് അല്ലേ? ഒറ്റപ്പെട്ട ആൾക്കാർ, അതിൽ നമ്മൾ പെടട്ടെ, ഇജ്ജത്ത് നിലനിർത്തുന്ന അല്ലേ? അതിനുള്ള അധ്വാനങ്ങളൊപ്പം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. നിർത്തിവെച്ചാലോ അള്ളാഹു ശിക്ഷ ഇറക്കും. സുമ്മല്ലത്തഉന്നഹു, പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും? ആ ശിക്ഷ വരുമ്പോൾ അള്ളാഹിനോട് ദ്വാരക്കും. അപ്പോഴോ വലാ യുസ്തജാബു ലക്കും, ഉത്തരം തരൂല. റബ്ബ് ഉത്തരം തരൂല. അങ്ങനെ ഉത്തരം തരൂല.
അപ്പോൾ ഉത്തരം കിട്ടാണ്ടൊക്കെ കാരണം നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യാത്ത ഒരാളുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹിൻ്റെ അടുത്ത് ഉത്തരം ഉണ്ടാവില്ല. നല്ലോണം പഠിച്ചു വെച്ചോളി കേട്ടോ. നമ്മൾ പരസ്പരം ബന്ധുക്കളാകാൻ കാരണം എന്താ? നമ്മളെ എളാപ്പൻ നമ്മളെ മൂത്താപ്പനൊക്കെ പറഞ്ഞു, അതാണ് നമ്മളെ ബന്ധുക്കൾ. ഖുർആൻ പറഞ്ഞ ബന്ധുക്കൾ എങ്ങനെ അറിയുന്നത്? വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്ത് ബഅ്ലുഹും ഔലിയാഉ ബഅദ്. മുഅ്മിനുകളായ ആണും പെണ്ണും പരസ്പരം ബന്ധുക്കളാണ്, ഓരോ ബന്ധുക്കളാണ്. എന്താ കാരണം? തഅ്മുറൂന ബിൽ മഅറൂഫ്, ആ മൂമിനത്തായ പെണ്ണും ആ മൂമിനായ പുരുഷനുടെയും നന്മ കൽപ്പിക്കും, യൻഹൗന അനിൽ മുങ്കർ, തിന്മ വിരോധിക്കും. അതാ കാരണം. അപ്പം നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന മൂമിനത്തുകളാണ് ബന്ധുക്കൾ കേട്ടോ. നമ്മളിങ്ങനെ ബന്ധുക്കളായത് നന്മ കൽപ്പിക്കില്ല, നമ്മൾ പരമാവധി കോൾ കൊടുത്തയച്ചിട്ട് എന്ത് ചെയ്യല്? ബന്ധം നിലനിർത്തുന്നുണ്ട് അല്ലേ? അങ്ങോട്ട് കോൾ കൊടുത്തയക്കാം, അവിടെ നിന്ന് ഇങ്ങോട്ട് കോൾ കൊടുത്തയക്കാം. മുമ്പ് ഫുട്ബോൾ കളിച്ച മാതിരി അല്ലേ? ഫോർവേഡ് അങ്ങോട്ട് കൊടുത്തു, മറ്റോ ഇങ്ങോട്ട് കൊടുത്തു എന്നിട്ട് അതുപോലെ ഇവർ അങ്ങോട്ട് എന്ത് കൊടുക്കുക? സമൂസ 10 എണ്ണീട്ടാണ് കൊണ്ടുപോവുക. പിന്നെ പയർ നിറച്ചത് അല്ലേ? പിന്നെ കോഴി നിറച്ചത്, പിന്നെ തലച്ചോറിൻ്റെ ആടിൻ്റെ തല ഉള്ളിലൊക്കെ മാന്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ കോഴിമുട്ട നിറച്ചത്, അത് കൊടുത്തയക്കുക. നക്കാനില്ലാത്ത പാവപ്പെട്ട മനുഷ്യന്മാർക്കല്ല കേട്ടോ, എരപ്പന്മാർക്ക് കൊടുത്തയക്കല്ല. നിങ്ങൾ ആലോചിക്കണം. ഇത്തരം തിന്മകളൊക്കെ തടുക്കണം. ഇവിടെ അത് വേണ്ട. നമ്മൾ പരസ്പരം ബന്ധമുണ്ടാവണം. അതിന് റസൂൽ പറഞ്ഞിട്ടുണ്ട്, തഹാദു, നിങ്ങൾ ഹദിയ കൊടുത്തോളൂ, തഹാബു, പരസ്പരം സ്നേഹിച്ചോളൂ, അതിനും വിരോധമല്ല. പക്ഷെ എന്ത് ചെയ്യണ്ട? ഒരു സമൂഹത്തിൽ തിന്മ വിതക്കുന്ന തരത്തിലേക്ക് പോകാൻ പാടില്ല കേട്ടോ. നമുക്ക് തിന്മനോട് ഭയങ്കര ഇഷ്ടമാണ്. അതിന് പൈസ ചെലവാക്കാൻ എന്താ ഇഷ്ടം എന്നറിയോ? എന്തെങ്കിലും പൈസ പള്ളിക്ക് കൊടുക്കാൻ പറഞ്ഞാലോ, എൻ്റെ അടുത്ത് പൈസ ഇല്ല. തലച്ചോറ് വാങ്ങാൻ പോകാനോ, എൻ്റെ അടുത്ത് ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾ നോക്കേണ്ടി എല്ലാ തമ്മാടുത്തത്തിനും പൈസ ഉണ്ടാവും. നല്ല കാര്യങ്ങൾക്ക് പൈസ ചെലവാക്കാൻ പറഞ്ഞാൽ ഉണ്ടാവില്ല കേട്ടോ. നിങ്ങൾ കാണണമല്ലേ? ഏതായിരുന്നാലും അത്തരം ആളുകളുടെ പ്രാർത്ഥനയും അള്ളാഹു കബൂലാക്കൂല എന്നാണ് നമ്മളോട് പറയുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട ദാസന്മാരായി ജീവിച്ച് മരിക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. ഇനിയെങ്കിലും ശേഷിക്കുന്ന കാലം തിന്മക്കെതിരെ പോരാടാനുള്ള ഈമാനികമായ കൽബിയായ ബന്ധം അള്ളാഹുവിനോട് നമുക്കുണ്ടാവണം. എങ്കിൽ മാത്രമേ നമ്മളുടെ പ്രാർത്ഥന അള്ളാഹു കബൂൽ ചെയ്യുകയുള്ളൂ. എങ്കിൽ മാത്രമേ അള്ളാഹുവിൻ്റെ ശിക്ഷ നമ്മളിൽ നിന്ന് അള്ളാഹു എടുത്തു കളയുള്ളൂ. അങ്ങനെ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി ശുറഫാ അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖ്വാത്ത് ഊസിക്കും സാനിയൻ വഇയ്യായ ബിത്തഖ്വല്ലാഹ്. പ്രിയങ്കരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശ്രദ്ധയോടെ കേൾക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി ജീവിച്ചു മരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഗൗരവത്തോടു കൂടി ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് കയറി വന്നു. നബിയുടെ മുഖം കണ്ടപ്പോൾ തന്നെ ആയിഷ ബീവിക്ക് മനസ്സിലായി എന്തോ ഒരു ഗൗരവമുള്ള വിഷയമുണ്ടെന്ന്. ആയിഷ ബീവി പറയാണ്, ദഖല അലയ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി എൻ്റെ റൂമിലേക്ക് കയറി വന്നു. ഫഅറഫ്തു ഫി വജീഹി അൻ ഖദ് ഹദറഹു ഷൈ, എന്തോ മുഖത്ത് ഗൗരവമുള്ള വിഷയമുണ്ടെന്ന് മുഖം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. റസൂല വന്നിട്ട് ഫതവല്ല, നബി വീട്ടിൽ വന്ന് ഒളുണ്ടാക്കി. ഒമാ കല്ലമ അഹദൻ, ഒരാളോട് ഒന്നും സംസാരിച്ചില്ല. സുമ്മ ഖറജ, പിന്നെ നബി മസ്ജിദ് നബവിയിലേക്ക് പോയി. ഫലസിഖ്തു ബിൽ ഹുജറത്തി അസ്മഉ മാ യഖൂൽ, നബി മിമ്പറിന്റെ മുകളിൽ കയറി എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ വേണ്ടി ഞാൻ എൻ്റെ റൂമിൻ്റെ ചുമരിൻ്റെ അടുത്തേക്ക് എൻ്റെ ചെവി അടുപ്പിച്ചു പിടിച്ചു. എന്താ നബി പറയും? ഇത്ര ഗൗരവത്തോടെ ഉണ്ട്. ഫഖാദൽ മിമ്പർ, നബി മിമ്പറിന്റെ മുകളിൽ ഇരുന്നു. ഫഹമിദല്ലാഹ് വഅസ്ന അലൈഹി, അള്ളാഹുവിനെ ഹംദും സലാത്തൊക്കെ നിർവഹിച്ചു. സുമ്മ ഖാല, പിന്നെ നബി പറഞ്ഞു, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, മുറു ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കണം. അപ്പം നന്മ കൽപ്പിക്കുന്നതും തിന്മ വിരോധിക്കുന്നതുമായ പ്രവർത്തനത്തിൽ സഹാബത്തിന് വീഴ്ച വരുമ്പോൾ നബിയുടെ മുഖം വിവരണമാവും, നബി സങ്കടപ്പെടും. അതാ കാരണം. മുറു ബിൽ ഉർഫ് വൻഹു അനിൽ മുങ്കർ, തിന്മ വിരോധിക്കണേ. ഞാൻ ബാക്കിയുള്ള ഗൗരവം ഉണ്ടാകാൻ കാരണം കേട്ടോളൂ. ഖബ്ലൻ തദൂനി, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും വേണം.
അങ്ങനെ എല്ലാം നിങ്ങൾ ദുആ ചെയ്താൽ ഫലാ ഉജീബലക്കും ഉത്തരം തരൂല. തസ്അലൂനി നിങ്ങൾ എന്നോട് ചോദിക്കും ഫലാ ഊതീക്കും ഞാൻ നിങ്ങൾക്ക് തരൂല, നൽകൂല. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്ത ഒരാള് ചോദിച്ചാൽ അല്ല തരുള്ളൂ. കേട്ടോ? തസ്തൻസിറുനി നിങ്ങൾ എന്നോട് സഹായം തേടും ഫലാ അൻസുറുക്കും ഞാൻ നിങ്ങൾക്ക് സഹായം തരൂല. തീർത്ത് പറയാ. അതാണ് ഇത്ര ഗൗരവം. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ഏറ്റവും ഉന്നതമായ വിശ്വാസിയുടെ സ്വഭാവം നിർത്തിവെച്ചാൽ പിന്നെ നിങ്ങളെ പ്രാർത്ഥന അല്ല കബൂലാക്കൂല. ഗൗരവമുള്ള വിഷയമല്ലേ? നമുക്കൊക്കെ തോന്നാറില്ലേ എത്രയായി പഠിച്ചോനെ ഞാൻ ദ്വാരക്കണ്, ഒരു പ്രാർത്ഥനയ്ക്ക് റബ്ബ് ഉത്തരം തരുന്നില്ല. എന്താ കാരണം? നമ്മളുടെ കുടുംബത്ത് തന്നെയുള്ള എല്ലാ തിന്മകൾക്കും നമ്മൾ കൂടെ കൂടികളായതാണ്. റസൂൽ പറഞ്ഞില്ലേ, ലാ തെക്കൂന ഇമ്മാത്തൻ, നിങ്ങൾ കൂടെ കൂടികളാവരുത്, നിങ്ങൾക്കൊരു നിലപാട് വേണം. മനസ്സിലായോ? നമ്മളെല്ലാവരുടെയും കൂടെ കൂടികളാവല. അങ്ങനെ കൂടെ കൂടാഞ്ഞാലോ ഓം തീവ്രവാദിയാണ്, ഭയങ്കര ഭീകരവാദിയാണ് അല്ലേ? എന്താ കാരണം? നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. അത് വിശ്വാസിയുടെ വിട്ടുമാറാൻ പാടില്ലാത്ത സ്വഭാവമാണ്. അവൻ്റെ മരണം കൊണ്ട് അത് വിട്ടുമാറാവും. അതുവരെ അല്ലേ? മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു കുത്തേറ്റ് മരണശയ്യയിൽ കിടക്കുമ്പോൾ ഒരു യുവാവ് നിലത്തഴിഞ്ഞു വരുന്ന ഡ്രസ്സുമായി വന്നപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു കയറ്റി കൊടുക്കാൻ പറഞ്ഞു. നമ്മളാണെങ്കിൽ പറയോ, നമ്മളെ പിയ്യാപ്പിള പൊരലേക്ക് കയറി വന്നു നിലത്തഴിയുന്ന പാൻറ്റുമായിട്ട്. ഇപ്പം കുട്ടികളൊക്കെ മാറിക്കുന്നുണ്ടല്ലേ? അത് റസൂല് പറഞ്ഞിട്ടായതല്ല, സിനിമക്കാർ പറഞ്ഞാന്ന് തോന്നുന്നു അല്ലേ? അപ്പം ഇപ്പം നെരിയാൻ്റെ മുകളിൽ അപ്പം മുമ്പ് ഇസ്ലാം പറഞ്ഞപ്പോൾ നെരിയാൻ്റെ മുകളിൽ മൊയ്ലിയമാരിൽ കൊടുക്കുകയായിരുന്നു. ഇപ്പോഴോ ഇപ്പം വലിയ ഭൗതികന്മാരായ ഉന്നതന്മാരായ ആളുകളാണ് ഇപ്പം അത് ചെയ്യുന്നത് അല്ലേ? അത് ഞാൻ പറഞ്ഞ് അള്ളാൻ്റെ റസൂലിനനുസരിച്ച് ഇതല്ല ഇപ്പം കേട്ടോ. ഇപ്പം ചില കുട്ടികളൊക്കെ കാണാം അങ്ങനെ പാൻറ്റൊക്കെ ഇട്ട് വരുന്നത്. എത്രയോ കാലം ബെൽബോട്ടം പാൻറ്റ് ഇട്ട് നടന്നു. ബെൽബോട്ടം പാൻറ്റ് അല്ല ഞാൻ പറഞ്ഞത്, ബെൽബോട്ടം പാൻറ്റ് ഉണ്ടാ നല്ലത്. കാരണം എന്താ, രണ്ടൂന്ന് കാര്യമാണ്. ഒന്ന്, കിഡ്നിക്ക് വലിയ അടങ്ങാറുണ്ടാവില്ല ടൈറ്റ് പാൻറ്റ് ആകുമ്പം, ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. അതുമല്ല യൂറിൻ പാസ് ചെയ്യാൻ പ്രയാസം ഉണ്ടാവും. ഇപ്പം നല്ലത് കുറച്ച് വീതി കൂടിയൊക്കെ റുക്കൂ പോകാനും സുജൂദ് പോകാനും ഒക്കെ നല്ലതാണ്. ടൈറ്റ് ഇപ്പം വയസ്സന്മാർ ടൈറ്റിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. എന്താ കാരണം? എനിക്കും മോനക്കും കൂടി ടൗസർ വാങ്ങിയാൽ മതി എന്നാണ് ഇപ്പം പറയുന്നത്. നമുക്ക് രണ്ടാൾക്ക് പോയി ടൗസറാണ്. നിങ്ങൾ രണ്ടാൾ കൂടി കബറാണോ? അല്ലല്ലോ. അപ്പം രണ്ടെണ്ണം വേണം. ഞാൻ മോനക്കും എനിക്കും ഇപ്പോൾ ഒരു ടൗസറാണ്. പെൺകുട്ടികളോ? പെൺകുട്ടികൾ ഒരു പാൻറ്റും വല്യാപ്പൻ്റെ കുപ്പായും ഇപ്പം അങ്ങനെ ഇട്ട് കിടക്കുന്നുണ്ട്. നോക്കേണ്ടി നമ്മളെ കുട്ടികളെ. നിങ്ങൾ വിചാരിക്കെന്ത്? അതൊക്കെ മുളയിൽ നുള്ളണം. അതൊന്നും ഇവിടെ വേണ്ട. കാരണം ആരാ? കച്ചവടക്കാരായ ആളുകൾ ചരക്കുണ്ടാക്കുകയാണ് നരകത്തിലേക്കുള്ള. എതിർക്കണം, തടുക്കണം. അതിന് നിങ്ങൾ ഉണ്ടാവണം. അല്ലാണ്ട് നിങ്ങൾ അള്ളാഹിനോട് കൈകൾ നീർത്തി പടച്ചോൻ എൻ്റെ മകൻ പിഴച്ചു പോയിരിക്കുന്നു തിരിച്ചു കൊണ്ടാന്ന് പറഞ്ഞാൽ കിട്ടൂല. അള്ളാഹു എൻ്റെ കുടുംബത്തിൽ വളരെ പ്രയാസമുണ്ട്, നീ ഇടപെടണം പടച്ചോനെന്ന് പറഞ്ഞാൽ കിട്ടൂല. ഇപ്പോൾ പരസ്പരം ഭക്ഷണം കഴിക്കാനും സംസാരിക്കാനും കുടിക്കാനും സ്റ്റേജ് പങ്കിടാനും ഒക്കെ പറ്റുന്നത് വേണം, എല്ലാവർക്കും ഒപ്പിച്ച് പറയണം. വേണ്ടേ? അല്ലാണ്ട് പറഞ്ഞാലോ നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ അഭിപ്രായം ഉണ്ടാവും. എന്നോട് അഭിപ്രായം ഉണ്ടായിട്ടൊരു കാര്യമില്ല, അതൊന്നും നടക്കൂല. ഞാൻ ആരുടെയും എതിരഭിപ്രായം നോക്കാറില്ല. എന്താ കാരണം അറിയാം? ഞാനൊരു ഹദീസ് റസൂലുള്ളാഹിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. അതാ കാരണം. റസൂലുള്ള പറഞ്ഞെന്താ അറിയോ? ലോകത്തുള്ള മനുഷ്യന്മാരൊക്കെ ജനങ്ങളെ പേടിക്കുന്നൊരു കാലം വരും. എല്ലാവർക്കും അതാ ഉണ്ടാകുക. ഭയങ്കര പേടിയാണ് ആൾക്കാരെ. അങ്ങനെയുള്ള ഒരു കാലം വന്നാൽ ആളുകൾ മുഴുവനും നന്മ പറയുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് എല്ലാവരും മാറും. അതാ റസൂലുള്ള പറഞ്ഞത്. കേട്ടു നിങ്ങൾ വാക്ക്? ലാ യംനഅന്ന അഹദും മിൻകും ഹൈബത്തന്നാസ് അൻ യഖൂല ബിഹഖി ഇദാ അലിമഹു. ഒരു കാര്യം സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ ജനങ്ങളെ ഭയപ്പെട്ടിട്ട് നിങ്ങളെ നിർത്തിവെക്കത്തിട്ടാണ്. ജനങ്ങളെ ഭയപ്പെട്ടിട്ട്. എല്ലാവർക്കും ജനങ്ങളെ പേടിയാ, പ്രത്യേകിച്ച് പൈസക്കാരെ. പിന്നെ ഓല കൂടെ കുടിക്കാൻ വിളിക്കൂല, ഓല കൂടെ നടക്കാൻ കഴിയില്ല, ഓല കൂടെ പങ്കിടാൻ കഴിയില്ല. അത് ഭയപ്പെട്ട് നിങ്ങൾ നിർത്തിവെക്കരുത്. നമ്മളിങ്ങനെ സ്റ്റേജിമെന്ന് പറയും, പക്ഷെ ഓല കണ്ടാൽ പറയുമോ? പറയില്ല. എന്താ കാരണം? പിന്നെ ഓല കൂടെ തിന്നാൻ കഴിയില്ല, കുടിക്കാൻ കഴിയില്ല, യാത്ര ചെയ്യാൻ കഴിയില്ല, സഹവസിക്കാൻ കഴിയില്ല. അങ്ങനല്ലേ? ഇത് അഭിപ്രായം ഉണ്ടോ?
എതിരഭിപ്രായം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ തലോണ്ടെങ്കിലും ഒന്ന് മൂളി കിട്ടിയാൽ എനിക്ക് ഉപകാരമാണ്. നിങ്ങൾ മൂളൂല, കാരണം നിങ്ങളെ തൊട്ടടുത്തിരിക്കണം വലിയ മലയാളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് പേടിയുണ്ടാവും കേട്ടോ. ഏതാട്ടെ, നമുക്ക് ആരായാലും ശരി അള്ളാഹിൻ്റെ കൽപ്പന നമ്മൾ ധിക്കരിക്കേണ്ട കേട്ടോ. ഇനിയൊരു കാര്യം കൂടി കേട്ടോളി. റസൂൽ എന്താ പറഞ്ഞറിയോ? നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്ത് നിർത്തിവെച്ചാൽ, എന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഫലാ ഉജീബക്കും വലാ തസ്അലൂനി, നിങ്ങൾ ചോദിച്ചാൽ ഫലാ ഊത്തിയക്കും തരൂല, വ തസ്തൻസിറൂനി, നിങ്ങൾ എന്നോട് സഹായം തേടും, പക്ഷെ ഫലാ അൻസുർക്കും സഹായത്തിന് ഞാൻ എന്തെയില്ല സഹായിക്കൂല കേട്ടോ. എന്നിട്ട് റസൂൽ പറയാം, മാമിൻ റജുലിൻ യക്കൂനു ഫി ഖൗമിൻ യുഅമലു ഫീഹിം ബിൽ മആസി, നമ്മൾ ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ ഒരു വ്യക്തി തിന്മ ചെയ്യുന്നുണ്ട്, യഖ്ദിറൂന അൻ യുഗയ്യിറു അലൈഹി, അത് തടുക്കാൻ നമ്മൾ കഴിയുമെങ്കിൽ ഫലാ യുഗയ്യിറൂഹും, എന്നിട്ട് തടുത്തില്ലെങ്കിലോ ഇല്ല അസാബഹും അല്ലാഹു ബി അദാബിൻ ഖബ്ല അൻ യമൂതു, മരിക്കുന്നതിന് മുമ്പ് അള്ളാഹു അതിൻ്റെ ശിക്ഷ തന്നിട്ടേ കൊണ്ടുപോകും. അങ്ങനെ നമുക്ക് തിന്മ തടുക്കാൻ കഴിയും, പക്ഷെ കഴിയുന്ന കാലത്തും തടുത്തില്ല. അങ്ങനെയാണെങ്കിൽ മരിക്കുന്നതിൻ്റെ മുമ്പ് അതിൻ്റെ ശിക്ഷ തന്നിട്ടേ കൊണ്ടുപോകുള്ളൂ. ഇനിയിപ്പം തീരുമാനിക്കേണ്ടത് ആളെ കൂടെ കൂടിക്കൂടണോ അള്ളാൻ്റെ കൂടെ കൂടണോ? ആ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും വേണം. തിന്മ വിരോധിക്കുന്നത് ആരോടുള്ള ശത്രുത കൊണ്ടല്ല, വളരെ നസീഹത്തോടുകൂടിയാണ് അല്ലേ, ഏറ്റവും നല്ല സതുദ്ദേശത്തോടു കൂടിയാണ്. ചിലപ്പോൾ നമ്മൾ സ്വകാര്യമായിട്ടായിരിക്കും പറയാം അല്ലേ, ആ വ്യക്തിനെ വിളിച്ച് സ്വകാര്യമായിട്ട് പറയും, അതാണ് നുസ് അല്ലേ. പൊതുവെ പറയുമ്പോഴോ ഓപ്പണായിട്ടോട് പറയും അല്ലേ, അങ്ങനെ വേണ്ടത് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ അറിയേണ്ടത്, വിശുദ്ധ ഖുർആനിലൊരു സൂറയുണ്ട്, സൂറത്തുൽ ലുഖ്മാൻ അല്ലേ, അതിൽ ആ പിതാവ് മകനോട് പറയാം, യാ ബുനയ്യ അഖീമിസ്സലാ, മോനെ നിസ്കാരം നിലനിർത്തണം കേട്ടോ, എൻ്റെ പ്രിയപ്പെട്ട മോനെ, അഖീമിസ്സലാ വഉമുർ ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കണം മോനെ, വൻഹാനിൽ മുങ്കർ, തിന്മ വിരോധിക്കണം മോനെ. ബാപ്പ പറയാ മോനോടെ, നമ്മൾ പറയാൻ വയ്യ, കാരണം നമ്മളടുത്ത് എല്ലാം തിന്മയുണ്ട്, പിന്നെ എങ്ങനെ പറയും? വൻഹാനിൽ മുങ്കർ. എന്നിട്ടോ ആ പിതാവ് മകനോട് പറയാ, ഒസ്ബിർ അലാമ അസാബക്ക, നിനക്ക് തിന്മ വിരോധിക്കുമ്പോൾ വരുന്ന ഒരുപാട് ആപത്തുകളുണ്ട്, സഹിക്കണം മോനെ. കുടുംബത്തെറ്റും, ബന്ധുക്കളില്ലാണ്ടാവും, കൂട്ടുകാരില്ലാണ്ടാവും അല്ലേ. ഇതൊക്കെ ഉണ്ടാകാൻ വേണ്ടി നമ്മളിപ്പോൾ എന്താ ചെയ്തത്? അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനമായ നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക മാറ്റിവെച്ചു. അതുകൊണ്ടാണ് ഈ സമൂഹം ഈ ചവറ് പോലെ ആയത്. മിമ്പറിന്റെ മുകളിൽ കയറുന്ന പണ്ഡിതൻ ഇത് കേട്ട ഒരാളുടെ വീട്ടിലേക്കാണ് ഊണ് കഴിക്കാൻ പോവുക അല്ലേ. അങ്ങനെ ഉണ്ടായാൽ തന്നെ ഇത് പറയാൻ കഴിയില്ല. മനസ്സിലായോ? ഞാൻ കുറ്റപ്പെടുത്തല്ല കേട്ടോ, കുറ്റപ്പെടുത്തല്ല. നമുക്ക് ഫുഡ് വേണ്ട, ഒന്നും വേണ്ട, നമുക്ക് നിങ്ങൾ നന്നാവണം അല്ലേ. മനുഷ്യൻ നന്നാവണ്ടേ? ഇവർ മരിക്കുന്നതിൻ്റെ മുമ്പ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, മരിക്കുന്നതിൻ്റെ മുമ്പേ അതല്ലേ റസൂലുള്ള പറഞ്ഞത്, മരിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ശിക്ഷ തന്നിട്ടേ വിടുവെന്ന്. ഇത് എൻ്റെ ശിക്ഷ നന്മ കൽപ്പിക്കാത്തതിന് തിന്മ വിരോധിക്കുക. ഇപ്പം നമ്മളൊക്കെ സാധാരണഗതിയിൽ ഒട്ടുമിക്ക ആളുകളും നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ആളുടെ ശത്രുവാണ് അല്ലേ. നമുക്ക് അവരോട് ശത്രുത എന്താ കാരണം? ഒന്നുമില്ല, ഒന്നും അയാൾ നമ്മളെ കാട്ടിയില്ലേ, പക്ഷെ നമ്മളെ തിന്മകളൊക്കെ അയാൾ വിളിച്ചു പറയും, തിന്മ നിരോധിക്കും, ഇന്നത് തിന്മയാണ്, നമ്മളെ മൂത്തോക്കി പറയും. ചെലവിലുണ്ട് മൂത്തോക്കി പറയില്ല, അത് ദുൽവജി കഴിഞ്ഞാൽ ഇരട്ടമുഖം, നേരക്ക് നേരെ കാണുമ്പോൾ ഒന്നും പറയില്ല. അപ്പോഴൊക്കെ വീട്ടിലെ വിവരവും സുഖവിവരവും കല്യാണത്തിൻ്റെ എന്നാ ഡേറ്റെന്നും എവിടുന്ന ഏതാ ഹോള് എന്നൊക്കെ അന്വേഷിക്കും അല്ലേ. അവിടുന്ന് തുടങ്ങണ്ടേ? നിങ്ങളെ കല്യാണം എങ്ങനെ, ഹോളിലാണോ? നിങ്ങൾക്ക് പള്ളിയിൽ നിന്നാക്കിക്കൂടെ? ചോദിച്ചൂടെ? നിങ്ങളല്ലേ മാതൃക കാണിക്കേണ്ടത്? റസൂൽ അങ്ങനല്ലേ പറഞ്ഞത്? ഹോള് വേണ്ടെന്നല്ലേ നബി പറഞ്ഞത്? അയലിന് നിക്കാഹ്, വിവാഹം വിളംബരം ചെയ്യണം. അതിനെന്താ ചെയ്യേണ്ടത്? വജഅലു ഹഫിൽ മസാജിദ്, പള്ളിയിലാക്കണം. എന്തിനു ഹോൾ എടുക്കണം? അപ്പം നമ്മൾ ഹോളിൻ്റെ കാരണം എന്താ? അവിടെ ഒരുപാട് ശൈത്താന് കയറാനുണ്ട്, അവിടെ പാട്ടുണ്ട് കൂത്തുണ്ടാവുന്ന ഇവിടെ നടക്കുമല്ലോ പള്ളിയിൽ നിന്ന്. മനസ്സിലായോ? പലതരം. എന്നിട്ട് പിന്നെ റസൂലുള്ളാഹിന്റെ കാലത്ത് പാട്ടുപാടിയില്ലേ? റസൂലുള്ളാഹിന്റെ കാലത്ത് പാട്ട് പാടിക്കോട്ടെ, നിങ്ങളെ പാട്ടല്ല. ഏത്? തല അൽ ബാദ്റു അലൈന, ഞങ്ങളിതാ പൂർണ്ണചന്ദ്രൻ ഉദിച്ചിരിക്കുന്നു എന്നൊക്കെ പാടിയത്. നമ്മളതോ എന്ത് പറഞ്ഞാലും നീ എൻ്റേതല്ലേ ഭാവേന്ന് പറഞ്ഞിട്ടാണ് പാടിയിട്ട് കൊണ്ടുവരുന്നത്. ഇതൊന്നല്ല കേട്ടോ, ഇത് അങ്ങേപ്പറുണ്ട്. ജീവിതത്തിൽ തെമ്മാടിയാവാൻ പറ്റാവുന്ന പാട്ടുകളും കൂട്ടുകളും അതിനനുസരിച്ചുള്ള പെണ്ണുങ്ങളും
അതിൻ്റെ ഡ്രസ്സും. ഇപ്പം നിങ്ങളെ ഭാവനയിൽ ഇങ്ങനെ വരുന്നുണ്ടാവും, വിരിഞ്ഞ് വരുന്നുണ്ടാവും അല്ലേ? നിങ്ങൾ അവിടെ പോയി നിൽക്കുന്നുണ്ട് വെച്ചോ, നിങ്ങൾ ആ കല്യാണത്തിൽ നിങ്ങൾ ഇറങ്ങിപ്പോകുമോ? ഇല്ല. നിങ്ങൾ തടുക്കുമോ? ഇല്ല. നാവുകൊണ്ട് പറയുമോ? ഇല്ല. കൈ കൊണ്ട് എടുക്കുമോ? ഇല്ല. കൽബോണ്ട് വെറുക്കുമോ? കൽബോണ്ട് വെറുത്താൽ പോകൂലേ? ചെയ്യൂല. കൈയെട്ടി നിന്നിട്ടേ നല്ല രസമുണ്ടായിട്ടോ പരിപാടി. എന്തായാലും ആ അവസ്ഥയിലാണ്. എന്നിട്ട് വെള്ളിയാഴ്ച ജുമാക്ക് നിന്നിട്ട് നമ്മളെ ഖുത്ബയും കേൾക്കും. എന്നിട്ട് അയാൾ എന്തൊക്കെയോ പറയുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലായില്ല. നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം നിങ്ങൾ ചെയ്യുന്ന എല്ലാ തോന്നിയാസനും നമ്മളെപ്പോലുള്ള ആൾക്കാർ കൂടെ കൂടിയ ഞാനെന്താവും? ഞാനും അള്ളാൻ്റെ മുമ്പിൽ ശിക്ഷയ്ക്ക് ഈ ഖുത്ബ നിർവഹിച്ച് എനിക്ക് അള്ളാൻ്റെ കൂലി കിട്ടണം. പകരം എനിക്ക് എന്ത് കിട്ടും? ശിക്ഷ കിട്ടും. എന്താ കാരണം? ഇപ്പോൾ കാര്യം മനസ്സിലായോ? നമുക്ക് രണ്ടാമത് കിട്ടും. വന്ന് നിങ്ങൾക്ക് കിട്ടും, പറഞ്ഞ എനിക്ക് കിട്ടും. അപ്പം അതുകൊണ്ട് നമ്മൾ ഇരുകൂട്ടർക്കും അള്ളാഹുവിനെ നിയമങ്ങൾ ജീവിതത്തിൽ പകർത്തി പരമാവധി നമ്മളെ കൊണ്ടാവും വിധം തിന്മക്കെതിരെ പോരാടി നന്മയുടെ വക്താവായി അതിൻ്റെ അള്ളാഹുവിൻ്റെ കലിമത്ത് തൗഹീദിൻ്റെ ഉന്നതിക്ക് വേണ്ടി അധ്വാനിക്കുന്ന യഥാർത്ഥ മുജാഹിദുകളായി മരിച്ചു പിരിയാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മരിച്ചു പിരിഞ്ഞു പോയ നമ്മുടെ മുഅ്മിനുകളായ മാതാപിതാക്കൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിരവധി ആളുകൾ കഷ്ടപ്പെടുകയാണ് ആശുപത്രികളിലും വീടുകളിലും. പലരും ആക്സിഡൻറ്റിലൊക്കെ ആയിട്ട് ICUലാണ്. അത്തരം ആളുകൾക്കൊക്കെ അള്ളാഹു എത്രയും പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ പ്രാർത്ഥന കബൂൽ ചെയ്യുമാറാകട്ടെ. റഹ്മാനായ റബ്ബിൻ്റെ കോടതിയിലെത്തുമ്പോൾ നമ്മുടെ കർമ്മരേഖ വലത് കൈയിൽ സ്വീകരിച്ച് സ്വർഗം പോകാൻ ഭാഗ്യമുള്ള മുത്തഖീങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع الدعاء وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين.